നമ്മുടെ സംസ്ഥാനത്തിൽ ശിക്ഷയോ നടപടികളോ ഒന്നും കടുക്കാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ കേരളത്തിൽ ഇത്തരം വാർത്തകൾ ദിവസവും നമ്മൾ കേൾക്കുന്നത്. സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകൾ, അതിന് പിന്നാലെ കുട്ടികളെയും ചേർത്ത് അമ്മമാർ ജീവനൊടുക്കുന്ന സംഭവങ്ങൾ. അമ്മയും കുഞ്ഞും ജീവനൊടുക്കി എന്ന വാർത്തയ്ക്ക് പിന്നാലെ പോയാൽ ഉണ്ടാകും അവർ നേരിട്ട അതിക്രമത്തിന്റെ ഒരു വലിയ കഥ. അതുകൊണ്ട് തന്നെ കുട്ടികളുമായി അമ്മമാർ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളിൽ സംസ്ഥാനത്ത് വലിയ വർധനവാണ് കണക്കുകളിൽ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 7 മാസത്തിനിടെ മാത്രം ഗാർഹിക പീഡനം നേരിട്ട 19 സ്ത്രീകൾ ആത്മഹത്യ ചെയ്തപ്പോൾ പറക്കമുറ്റാത്ത 9 കുഞ്ഞുങ്ങൾക്കാണ് ജീവൻ നഷ്ടമായത്. വിദ്യാഭ്യാസ വികസന സൂചികയിൽ കേരളത്തിലെ സ്ത്രീകൾ നടത്തുന്ന മുന്നേറ്റം ഗാർഹിക അതിക്രമം തടയുന്നതിൽ ഘടകമല്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ദേശീയ കുടുംബാരോഗ്യ സർവേ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കോട്ടയം മുത്തോലി സ്വദേശിനി അഡ്വക്കേറ്റ് ജിസ്മോൾ മുതൽ ഒടുവിൽ വിഭജിക വരെ ആ പട്ടികയിലുണ്ട്. ഹൈക്കോടതി അഭിഭാഷക, മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ്, പാല, ഏറ്റുമാനൂർ, കോട്ടയം കോടതികളിൽ സജീവമായി പ്രാക്ടീസ് ചെയ്ത മിടുക്കിയായ വക്കീൽ. എന്നാൽ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ 3 വയസ്സും 1.5 വയസ്സും പ്രായമുള്ള മക്കളുമായി അയർക്കുന്നത്ത് ഭർത്താവിന്റെ വീടിനരികിൽ മീനച്ചൽ ആറ്റിൽ ചാടി ജിസ്മോൾ ജീവനൊടുക്കി. വീട്ടുമുറ്റത്തെ അഭിഭാഷക ബോർഡ് മാറ്റിയിട്ടില്ല ജിസ്മോളുടെ അച്ഛൻ തോമസ് ഇപ്പോഴും. ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും മരണത്തിൽ പോലീസിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഭർത്താവ് ജിമ്മിയും ജിമ്മിയുടെ അച്ഛനും അമ്മയും മൂത്ത സഹോദരിയുമാണ് പ്രതികൾ. ജിമ്മിയുടെ വീട്ടിൽ നിറത്തിന്റെയും സ്ത്രീധനത്തിന്റെയും പേരിൽ തുടങ്ങിയ കുത്തുവാക്കുകളും ജിമ്മിയുടെ അമ്മയും മൂത്ത സഹോദരിയും തുടർച്ചയായി ഏൽപ്പിച്ച മാനസിക പീഡനവും മൂലം പ്രതികരിച്ചപ്പോൾ ശാരീരിക പീഡനത്തിലാണ് അത് കലാശിച്ചത്. എന്നാൽ ഭർത്താവിന്റെ വീട്ടുകാരെ സംരക്ഷിക്കാൻ എന്നോണം പലപ്പോഴും ജിസ്മോൾ എല്ലാം മറച്ചുവെച്ചു. ജിസ്മോളുടെയും മക്കളുടെയും മരണത്തിന് കാരണക്കാരൻ ഭർത്താവെന്ന പരാതി പറഞ്ഞിട്ടും 2 ദിവസം ജ്ഞാനായ സഭാ നേതൃത്വത്തോട് തോമസിന് പോരാടേണ്ടി വന്നു മകളുടെയും പേരക്കുട്ടികളുടെയും സംസ്കാരം നടത്താൻ. ഒടുവിൽ ചെറുകരയിലെ സ്വന്തം ഇടവക പള്ളിയിൽ ജിസ്മോളെയും മക്കളെയും അടക്കം ചെയ്തു. കോട്ടയം ഏറ്റുമാനൂരിൽ 43 വയസ്സുകാരിയായ ഷൈനി 11ഉം 10ഉം വയസ്സുള്ള മക്കളുമൊത്ത് റെയിൽവേ പാളത്തിൽ ജീവിതം അവസാനിപ്പിച്ചതും ഭർത്താവ് നോബി ലൂക്കോസിൽ നിന്നുള്ള മാനസിക പീഡനം മൂലവും. ഒരു ജോലി നേടി പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങളും അന്ന് ഫലം കണ്ടിരുന്നില്ല. അതിന് പിന്നാലെയായിരുന്നു ആ ആത്മഹത്യ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ താര, കണ്ണൂരിൽ റീമ, ഷാർജയിൽ വിഭജിക എന്നീ അമ്മമാരും മരണവഴിയിൽ സ്വന്തം മക്കളെയും ഒപ്പം കൂട്ടിയവരാണ്. സംസ്ഥാനത്ത് ഗാർഹിക പീഡന കേസുകൾ തടയിടാൻ സ്ത്രീകൾ നേടിയ ഉന്നത വിദ്യാഭ്യാസം, മെച്ചപ്പെട്ട സാമൂഹ്യ സുരക്ഷാ സൂചികകൾ, തൊഴിൽ, ശമ്പളം ഇതൊന്നും ഘടകമല്ല എന്ന് കേന്ദ്ര സർക്കാരിന്റെ 2021 പുറത്തിറങ്ങിയ ഏറ്റവും ഒടുവിലത്തെ ദേശീയ കുടുംബാരോഗ്യ സർവേ ഫലവും വ്യക്തമാക്കുന്നുണ്ട്. കുറഞ്ഞത് +2 വിദ്യാഭ്യാസമുള്ളവരെങ്കിലും സംസ്ഥാനത്തെ 52% സ്ത്രീകളും ഭർത്താവും മർദ്ദിക്കുന്നതിനെ സർവേയിൽ ന്യായീകരിക്കുന്നവരാണ്. തൊഴിലില്ലാത്തവരെക്കാൾ ജോലിയുള്ള സ്ത്രീകളാണ് ഗാർഹിക പീഡനം നേരിടുന്നതെന്നതും കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുന്നതിന്റെ ദേശീയ ശരാശരി 25.3% സംസ്ഥാനത്ത് അത് വെറും 10.3% മാത്രമാണ്. തുറന്നു പറയാനുള്ള ധൈര്യമില്ല. അതിജീവിക്കാനുള്ള സർക്കാർ സംവിധാനങ്ങളെപ്പറ്റി സ്ത്രീകൾക്ക് ധാരണയുമില്ല എന്നതും ചില കാരണങ്ങളാകുന്നുണ്ട്. ഭാര്യയെ അടിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് കേരളത്തിലെ 63% പുരുഷന്മാരുടെയും വിശ്വാസം. കുട്ടികളുടെ കാര്യത്തിൽ അശ്രദ്ധ കാണിച്ചാൽ മർദ്ദിച്ചോളൂ എന്ന് 33% സ്ത്രീകൾ തന്നെ പറയുന്നുണ്ട്. തന്റെ വീട്ടുകാരോട് ബഹുമാനക്കുറവെങ്കിൽ ഭാര്യയെ മർദ്ദിക്കുമെന്ന് 40% പുരുഷന്മാർ പറയുന്നു. തന്നോട് അവിശ്വാസം കാണിക്കുന്നതായി തോന്നിയാൽ ഭാര്യയെ അടിക്കുമെന്ന് 47% പുരുഷന്മാർ വ്യക്തമാക്കുന്നുണ്ട്. ഭർത്താവിനോട് തർക്കിച്ചാൽ അടി നിന്ന് കൊള്ളണമെന്ന് 20% സ്ത്രീകളും ഉറപ്പിച്ചു പറയുന്നു. സംസ്ഥാനത്തെ 57% സ്ത്രീകളും അവർ നേരിടുന്ന അതിക്രമത്തിൽ സഹായം തേടാനോ മറ്റൊരാളോട് തുറന്നു പറയാനോ തയ്യാറല്ല എന്നതാണ് വാസ്തവം.